ഇന്ന് ഞാൻ ഫേസ് ചെയ്യുന്ന ഈ പ്രതിസന്ധികൾക്കപ്പുറത്ത്, ഇന്ന് ഞാൻ ഫേസ് ചെയ്യുന്ന ഈ പ്രതികൂലത്തിനപ്പുറത്ത് എൻ്റെ ദൈവം എനിക്ക് വെച്ചിരിക്കുന്ന ഒരു ഉയർപ്പുണ്ട്. കൈ കൊടുത്ത് പറഞ്ഞ് ഗത്സമന കണ്ടോണ്ട് കളഞ്ഞിട്ട് പോവല്ലേ പറഞ്ഞേ. ഗത്സമനയിൽ പ്രാർത്ഥിച്ചവൻ, ഗത്സമനയിൽ പിറുപിറുത്തവനല്ല, ഗത്സമനയിൽ എന്നോട് ഇങ്ങനെ കാണിച്ചെന്ന് ചോദിച്ചവനല്ല, ഗത്സമനയിൽ പ്രാർത്ഥിച്ചവൻ. ഞാൻ നിങ്ങളോട് പ്രവചിക്കുകയാണ്, നിനക്കും നിന്റെ കുടുംബത്തിനും ഒരു ഉയർപ്പുണ്ട്. നിനക്കും നിന്റെ തലമുറയ്ക്കും ഒരു ഉയർപ്പുണ്ട്. Number one, the Gethsemane is a place of submission and resisting the temptation. 42-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്, കർത്താവിന്റെ സന്നിധിയിൽ, പിതാവിന്റെ സന്നിധിയിൽ തന്റെ ആവശ്യത്തെ യേശു വയ്ക്കുന്നു. 43-ാം വാക്യത്തിൽ ദൂതന്മാർ ശക്തീകരിക്കുന്നു. 44-ാം വാക്യത്തിൽ വിയർപ്പ് തുള്ളി പോലെ ചോര പൊടിയുന്നു. 45-46 വാക്യത്തിൽ ശിഷ്യന്മാരോട് ചോദിക്കുന്നു, നിങ്ങൾ ഉറങ്ങുന്നത് എന്താണ്? ഗതശമനയിലെ വിധേയത്വവും ഗതശമനയിലെ പ്രാർത്ഥനയും ഗതശമനയിലെ യേശു കർത്താവിന് പിതാവിന്റെ മുമ്പിലുള്ള തൻ്റെ ആറ്റിറ്റ്യൂഡും ഇന്ന് ഈ തിരുവത്താഴ ശുശ്രൂഷയിൽ നമുക്ക് മറക്കാൻ പറ്റുകയില്ല. കാരണം കർത്താവ് വരുവോളം തൻ്റെ മരണത്തെയാണിത് പ്രസ്താവിക്കുന്നത്, തൻ്റെ മരണത്തെയാണിത് ഓർമ്മിപ്പിക്കുന്നത്. ഗത്സമന ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. നിങ്ങളുടെ ജീവിതത്തിലും പ്രലോഭനങ്ങളുടെ ഗത്സമന നിങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ, ഒറ്റപ്പെടലിന്റെ ഗത്സമന നിങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ, തിരസ്കരണത്തിന്റെ ഗത്സമനകൾ നിങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ, കൂടെ നിന്നവർ, ചേർന്ന് പ്രാർത്ഥിക്കേണ്ടവർ, ഒപ്പം നിൽക്കേണ്ടവർ പോലും നിങ്ങളെ വിട്ട് ഓടിപ്പോകുന്ന ഒറ്റപ്പെടലിന്റെ ഒരു ഗത്സമന നിങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ, ഈ ഗത്സമന കൊണ്ടോ ഈ ക്രൂശീകരണം കൊണ്ടോ ഖബറിൽ കല്ലറയിലുള്ള അടക്കം കൊണ്ടോ നിന്റെ മേലുള്ള ദൈവിക പദ്ധതികൾ അവസാനിക്കുന്നതല്ല. ഈ ഗത്സമനയ്ക്കപ്പുറത്ത് എനിക്കൊരു ഉയർപ്പുണ്ട് എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒന്ന് കൈകളെ അടിച്ച് കർത്താവിന് നന്ദി പറയാമോ? ഈ ഗത്സമനയ്ക്കപ്പുറത്ത്, ഇന്ന് ഞാൻ ഫേസ് ചെയ്യുന്ന ഈ പ്രതിസന്ധികൾക്കപ്പുറത്ത്, ഇന്ന് ഞാൻ ഫേസ് ചെയ്യുന്ന ഈ പ്രതികൂലത്തിനപ്പുറത്ത് എൻ്റെ ദൈവം എനിക്ക് വെച്ചിരിക്കുന്ന ഒരു ഉയർപ്പുണ്ട്. കൈ കൊടുത്ത് പറഞ്ഞ് ഗത്സമന കണ്ടോണ്ട് കളഞ്ഞിട്ട് പോവല്ലേ പറഞ്ഞേ. ഹല്ലേലൂയ. ഗത്സമന കണ്ടോണ്ട് കളഞ്ഞിട്ട് പോകരുത്. ഗത്സമനയിൽ പ്രാർത്ഥിച്ചവൻ, ഗത്സമനയിൽ പിറുപിറുത്തവനല്ല, ഗത്സമനയിൽ എന്നോട് ഇങ്ങനെ കാണിച്ചെന്ന് ചോദിച്ചവനല്ല, ഗത്സമനയിൽ പ്രാർത്ഥിച്ചവൻ, ഗതശമനയുടെ അനുഭവത്തിൽ ഏൽപ്പിച്ചു കൊടുത്തവൻ, ഗതശമനയിൽ വിധേയപ്പെട്ടിരുന്നവൻ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ലോകം കാണെ അവനൊരു ഉയർപ്പുണ്ട്. ഞാൻ നിങ്ങളോട് പ്രവചിക്കുകയാണ്, നിനക്കും നിന്റെ കുടുംബത്തിനും ഒരു ഉയർപ്പുണ്ട്. നിനക്കും നിന്റെ തലമുറയ്ക്കും ഒരു ഉയർപ്പുണ്ട്. യേശുവിന്റെ നാമത്തിൽ, നസ്രയനായ യേശുവിന്റെ നാമത്തിൽ നിന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അടയപ്പെട്ട കല്ലറയല്ല, ചുമക്കപ്പെട്ട ക്രൂശല്ല, വീണ് കിടക്കുന്ന ഗത്സമനയല്ല. ആമേൻ. ദൈവത്തിന്റെ മേഘം ഇറങ്ങി വന്ന് സ്വർഗാരോഹണം ചെയ്യുന്ന അനുഭവങ്ങളുണ്ട്. പക്ഷേ ഗത്സമനയിൽ കളഞ്ഞിട്ട് പോകരുത്. പെസഹായുടെ സെലിബ്രേഷന് ശേഷം ഗതശമനയുടെ വ്യഥകളിൽ ഏൽപ്പിച്ചു കൊടുത്ത പുത്രൻ ഗതശമനയിൽ നിന്ന് ക്രൂശീകരണത്തിലേക്ക് വലിച്ചിഴക്കപ്പെട്ട പുത്രൻ ആ സമയങ്ങളിൽ ഒരിക്കലും താൻ റിഗ്രറ്റ് ചെയ്യുന്നില്ല. താൻ ഒരു കാര്യം പിതാവിനോട് പറഞ്ഞു, പിതാവേ, എൻ്റെ ഇഷ്ടം അല്ല, അവിടുത്തെ ഇഷ്ടം എന്നിൽ സംഭവിക്കട്ടെ. എൻ്റെ ഇഷ്ടത്തിന് ഞാൻ നിന്നാൽ അതിനൊരു പരിധിയുണ്ട്. എൻ്റെ ഇഷ്ടം നടപ്പായാൽ
അതിനൊരു പരിമിതിയുണ്ട്. പക്ഷെ ദൈവത്തിന്റെ ഇഷ്ടം എന്നിൽ സംഭവിച്ചാൽ അതിന് പരിധി കാണുകയില്ല, അതിന് പരിമിതി കാണുകയില്ല. ഞാൻ ഇവിടെ ഇരിക്കുന്നവരെ ആത്മാവിൽ വിവേചിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൽ പറയുന്നു, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ നിന്റെ ഹിതം നടന്നാ മതി എന്ന് പ്രാർത്ഥിച്ചവർ ഇതിനകത്തിരിപ്പുണ്ട്. അവരോട് ഞാൻ ഇങ്ങനെ പ്രവചിക്കുന്നു, പരിധികളില്ലാതെ, പരിമിതികളില്ലാതെ, അതിർവരമ്പുകളില്ലാതെ എൻ്റെ ദൈവത്തിന് നിന്നെ ഉയർത്താൻ, മാനിക്കാൻ കഴിയും. In the name of Jesus. ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി നിന്ന പുത്രൻ, നിങ്ങൾക്കറിയാമോ, തമ്പുരാന്റെ ഇഷ്ടത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തവൻ. എല്ലാരും കളിയാക്കി, എല്ലാരും പരിഹസിച്ചു, എല്ലാരും പുച്ഛിച്ചു, എല്ലാരും ഒറ്റപ്പെടുത്തി. പരിഹാസം കേൾക്കുന്നവർ ഇന്ന് ഈ ആലയത്തിൽ ഇരിപ്പുണ്ടോ? ഒറ്റപ്പെടുന്നവർ ഇതിനകത്ത് ഇരിപ്പുണ്ടോ? എല്ലാവരും പരിഹസിച്ചു, എല്ലാവരും തലകുലുക്കി ചിരിച്ചു, എല്ലാവരും തുപ്പാൻ പറ്റുന്നവനെല്ലാം തുപ്പി, അടിക്കാൻ പറ്റുന്നവനെല്ലാം അടിച്ചു, ഹല്ലേലൂയ, ചീത്ത പറയാൻ പറ്റുന്നവനെല്ലാം ചീത്ത പറഞ്ഞു, വഴിയെ പോകുന്നവൻ വരെ കളിയാക്കി. പക്ഷെ നീ കളിയാക്കിക്കോ, നീ പരിഹസിച്ചോ, നീ പരിഹസിച്ചതിനും നീ കളിയാക്കിയതിനും അപ്പുറത്ത് എന്റെ മേൽ കിടക്കുന്ന ഒരു വാഗ്ദത്തം ഉണ്ട്. ആ വാഗ്ദത്തം എന്നിൽ നിവർത്തിക്കപ്പെടും. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കും. നിങ്ങൾക്കറിയാം പ്രിയപ്പെട്ടവരെ, യേശു ജനിച്ചതും രാജാവായിട്ടാ, യേശു മരിച്ചതും രാജാവായിട്ടാ, ഇന്നും അവൻ രാജാവാ, ഇനി അവൻ വരാൻ പോകുന്നതും രാജാതിരാജാവായിട്ടാ. അപ്പോ നിങ്ങൾ എന്നോട് ചോദിക്കും, വാസ, യേശു ക്രൂശിൽ കിടക്കുന്ന കിടപ്പ് കണ്ടാൽ രാജാവിനെ പോലെ അല്ലല്ലോ നമുക്ക് തോന്നുന്നേ. കണ്ട സങ്കടം തോന്നുകയല്ലേ? സങ്കടം തോന്നുകയല്ലേ? ഹല്ലേലൂയ. നിങ്ങൾക്കറിയാം, അന്നൊരു സംഭവം ഉണ്ടായി. ആ സംഭവം വിശുദ്ധ വേദപുസ്തകത്തിൽ ഈ യോഹന്നാന്റെ സുവിശേഷം 19 അധ്യായത്തിലാണ്. യോഹന്നാൻ 19:19 മുതൽ വായിച്ച്. പീലാത്തോസ് ഒരു മേലെഴുത്ത് എഴുതി ക്രൂശിന്മേൽ പതിപ്പിച്ചു. അതിൽ നസ്രയനായ യേശു യഹൂദന്മാരുടെ രാജാവ് എന്ന് എഴുതിയിരുന്നു. പീലാത്തോസ് ഒരു മേലെഴുത്ത് എഴുതി, എന്നിട്ട് അത് ക്രൂശിന്റെ മേളിൽ പതിപ്പിച്ചു. നസ്രയനായ യേശു യഹൂദന്മാരുടെ രാജാവ് എന്ന് അതിനകത്ത് എഴുതി. ജീസസ് ഓഫ് നസ്രയേത്ത്, ദ കിങ് ഓഫ് ദ ജ്യൂസ്. ഉടനെ എന്നാ അവിടെ സംഭവിച്ചെന്നറിയോ? 20-ാമത്തെ വാക്യത്തിൽ യേശുവിനെ ക്രൂശിച്ച സ്ഥലം നഗരത്തിന് സമീപമാകയാൽ അനേകം യഹൂദന്മാർ ഈ മേലെടുത്ത് വായിച്ചു. അത് എബ്രായ, റോമ, യവന ഭാഷകളിൽ എഴുതി വെച്ചു. എന്നെ കേൾക്കുന്നുണ്ടോ? എന്ന് വെച്ചാൽ ഈ ബോർഡ്, കർത്താവിന്റെ ക്രൂശിന്റെ മുകളിൽ യഹൂദന്മാരുടെ രാജാവ്, ഹി ഈസ് ദ കിങ്, ഇവൻ രാജാവാണ് എന്ന് എഴുതി വെച്ച ബോർഡ് ഒന്നാമതായി 3 ഭാഷയിൽ എഴുതി. അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ഭാഷകളിൽ ഈ ബോർഡ് എഴുതി. 2, ഇതൊരു പട്ടണമായിരുന്നു, ഈ വഴി പോകുന്നവർക്കെല്ലാം ഈ ബോർഡ് വായിക്കായിരുന്നു. ഉടനെ 21-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഈ യഹൂദന്മാരും മഹാപുരോഹിതന്മാരും പീലാത്തോസിനോട് വന്നു പറഞ്ഞു, യഹൂദന്മാരുടെ രാജാവെന്നല്ല, ഞാൻ യഹൂദന്റെ രാജാവെന്ന് അവൻ പറഞ്ഞുകൊണ്ട് നടന്നവനാ എന്നാ എഴുതണ്ടിയെന്ന് പറഞ്ഞു. ബോർഡിനകത്ത് എഴുതേണ്ടത് യഹൂദന്റെ രാജാവെന്നല്ല. എന്താ പീലാത്തോസെ നിങ്ങൾ കാണിച്ചേ? ഇവൻ യഹൂദന്മാരുടെ രാജാവാണ് എന്നിവൻ പറഞ്ഞുകൊണ്ട് നടന്നവനാ എന്ന് കളിയാക്കി എഴുതാനല്ലേ പറഞ്ഞേ. ഇങ്ങനെ ബോർഡ് എഴുതി വെക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചോ? ഉടനെ പീലാത്തോസ് പറഞ്ഞു, ഞാൻ എഴുതിയത് എഴുതി, ഇനി അത് മാറ്റാൻ പറ്റൂല. കാരണം പീലാത്തോസെ, നിന്നെ കൊണ്ട് ഇത് എഴുതിച്ചത് നിന്നിലുള്ളവനല്ല, നിന്നെ കൊണ്ട് ഇത് എഴുതിച്ചത് ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവൻ പരാജിതനാണ്, ഇവൻ തകർന്നവനാണ്, ഇവൻ സകലതും നഷ്ടപ്പെട്ടവനാണ്, ഇവൻ ക്രിമിനലാണ് എന്ന് വിധിച്ച സമൂഹത്തിന്റെ നടുവിൽ 3 ഭാഷയിൽ ഒരുത്തനെ കൊണ്ട് ദൈവം എഴുതി വെപ്പിച്ചു.
ദൈവത്തിന്റെ പ്രവാചകൻ എന്ന നിലയിൽ, ദൈവത്തിന്റെ അഭിഷിക്തൻ എന്ന നിലയിൽ ഞാൻ പറയുന്നു, വിവിധ ഭാഷക്കാർ, വിവിധ രാജ്യക്കാർ, വിവിധ ദേശക്കാർ നിന്റെ മേളിൽ കിടക്കുന്ന അഭിഷേകം എന്നാന്ന് തിരിച്ചറിയും. യേശുവിൻ നാമത്തിൽ വിശ്വസിക്കുന്നവരോട് ഞാൻ പറയാം, ഇത് വിശ്വസിക്കുന്നവരോടുള്ള ദൂതാണ്. പീലാത്തോസ് ഇത് എഴുതി എന്ന് പറഞ്ഞില്ലേ? ഇത് പീലാത്തോസ് എഴുതിയതല്ല, ഇത് പീലാത്തോസിനെ കൊണ്ട് സ്വർഗം എഴുതിച്ചതാ. ഇനി ഞാനൊരു കാര്യം ആത്മാവിൽ നിങ്ങളോട് സംസാരിക്കുക. തമ്പുരാൻ ഒരു കാര്യം എഴുതിച്ചാൽ പിന്നെ ഒരു പീലാത്തോസിനും അത് മാറ്റാൻ പറ്റുകയില്ല. നിനക്ക് വേണ്ടി സ്വർഗത്തിൽ ചിലത് എഴുതി വെച്ചെങ്കിൽ, നിന്റെ കുടുംബത്തിന് വേണ്ടി സ്വർഗം ചിലത് എഴുതി വെച്ചെങ്കിൽ, അതിനെ മായ്ക്കാൻ ഭരണാധികാരികൾക്ക് കഴിയില്ല, അതിനെ മായ്ക്കാൻ ശത്രുക്കൾക്ക് കഴിയില്ല, അതിനെ മായ്ക്കാൻ അസൂയക്കാരന് കഴിയില്ല, അതിനെ മായ്ക്കാൻ നിനക്ക് വിരോധമായി ഒരു സൈന്യം വന്നാലും സാധ്യമല്ല. ചിലര് പറയാറുണ്ട് അവന്റെ തലയിലെഴുത്ത് മാറിയെന്ന്. കേട്ടിട്ടുണ്ടോ അങ്ങനെ പറയുന്നേ? അവന്റെ തലയിലെഴുത്ത് മാറിയെന്ന് ചിലര് പറയും. ശരിക്കും പറഞ്ഞാൽ ഒരുത്തൻ ക്രിസ്തുവിലാകുമ്പോ അവന്റെ തലയിലെഴുത്തല്ല മാറുന്നേ, അവന് വേണ്ടി സ്വർഗം അവൻ ജനിക്കുന്നതിന് മുൻപേ എഴുതി വെച്ചത്. എടാ, നിനക്ക് വേണ്ടി ദൈവം നിന്റെ കുടുംബത്തോടുള്ള ബന്ധത്തിൽ, ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ, നിന്റെ തലമുറയോടുള്ള ബന്ധത്തിൽ ദൈവം നിനക്ക് വേണ്ടി ചിലത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനി വേറൊരുത്തൻ മന്തേലും എഴുതി വെച്ചാൽ അതൊന്നും നടക്കുന്ന പരിപാടിയല്ലേ. അതെല്ലാം ക്യാൻസൽഡ് ആണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് അതെല്ലാം ക്യാൻസൽഡ് ആണ്. സ്വർഗം എഴുതിയതാണ്. ഇരുപത്തൊന്നാം വാക്യത്തിൽ പീലാത്തോസിനോട് ഒരു സമൂഹം, പുരോഹിതന്മാർ ഉൾപ്പെടെയുള്ള സമൂഹം വന്ന് പറയുകയാണ്, എന്റെ പൊന്നു സാറേ, ഈ ക്രൂശിന്റെ മേളിൽ ഈസ് എ കിങ് ഓഫ് കിങ്സ്, അല്ലെങ്കിൽ ഈസ് എ കിങ് ഓഫ് ജ്യൂസ്, ഈസ് എ കിങ്, ഇവൻ രാജാവ് എന്നല്ല എഴുതി വെക്കേണ്ടത്. ഞാൻ രാജാവാണ് എന്ന് ഇവൻ പറഞ്ഞുകൊണ്ട് നടന്നതാ. ഇപ്പൊ കണ്ടില്ലേ അവന്റെ അവസ്ഥ എന്നാണ് എഴുതി വെക്കേണ്ടത്. പീലാത്തോസ് പറഞ്ഞു, അങ്ങനെ എനിക്ക് എഴുതാൻ പറ്റിയില്ല സാറേ. എന്നാ പിന്നെ മായ്ക്ക്. അയ്യോ, അതെനിക്ക് ഇനി മായ്ക്കാനും പറ്റിയില്ല, ഞാൻ എഴുതിയതാന്ന് പറഞ്ഞു. നിന്റെ പ്രാർത്ഥനാ ഡയറിയിൽ നിനക്ക് വേണ്ടുന്ന നന്മയും വിടുതലും നീ എഴുതി വെച്ചിരിക്കുന്നതിനേക്കാൾ അധികം സ്വർഗത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ അവരൊരു ആമീൻ പറയാൻ തയ്യാറാകൂ. എന്തിനാണെന്നറിയോ? നിന്നെ പരസ്യമായി കളിയാക്കിയവർ, നിന്നെ കുറിച്ച് പരദൂഷണം പറഞ്ഞവർ, മറ്റാർക്കും മായ്ക്കാൻ കഴിയാത്ത നിലയിൽ നീ ആരാന്നുള്ള ബോർഡ് കാണണം. നീ ആരാന്നുള്ള ബോർഡ്. ദൈവാത്മാ പറയുന്നു, സഭയോട് ദൈവം അത് കാണിക്കും. നിന്നെ പരസ്യമായി കളിയാക്കിയവരുടെ മുൻപിൽ ദൈവം നിന്നെ പരസ്യമായി മാനിക്കും. നിന്നെ ചവിട്ടി തേച്ച, എതിർത്ത, പുച്ഛിച്ച, പരസ്യമായി കളിയാക്കിയ, നിന്നെ എഴുതി തള്ളിയവരുടെ മുൻപിൽ എന്റെ ദൈവം നിന്നെ പരസ്യമായി എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ, ഒരു ഭാഷയിലല്ല, രണ്ട് ഭാഷയിലല്ല, വിവിധ ഭാഷക്കാരുടെ നടുവിൽ സാറേ, എന്നാ ഇത്
എബ്രായ ഭാഷ മാത്രം എഴുതിയാ പോരായിരുന്നോ? ഇത് യവന ഭാഷയിലും എബ്രായ ഭാഷയിലും അരാമ്യ ഭാഷയിലും എല്ലാ ലാംഗ്വേജിലൂടെ ഇത് എഴുതി വെക്കണമായിരുന്നു. അന്ന് ആ പട്ടണത്തിൽ ഈ 3 ഭാഷക്കാരെ ഉള്ളൂ. യവനക്കാരും എബ്രായക്കാരും റോമൻകാരും, ഇവരാണ് ആ പട്ടണം മുഴുവനുള്ളത്. എന്ന് പറഞ്ഞാൽ ഒരുത്തനും തെറ്റരുത്, എല്ലാവരും അറിയണം. ഒരുത്തന് പോലും ഒഴിവില്ലാതെ ഞാൻ പ്രവചിക്കുന്നു, നിന്നെ എതിർത്ത ഒരുത്തന് പോലും ഒഴിവില്ലാതെ നീ ആരാന്ന് ദൈവം കാണിക്കും. I am releasing this. ഒരുത്തന് പോലും ഒഴിവില്ലാതെ എന്റെ ദൈവം നീ ആരാന്ന് കാണിക്കും. അടുത്തിരിക്കുന്ന ആള് പറഞ്ഞിട്ട്, സ്വർഗം എഴുതിയാൽ ആർക്കും മായ്ക്കാൻ പറ്റുകയില്ല. സ്വർഗം എഴുതിയാൽ ആർക്കും മായ്ക്കാൻ പറ്റുകയില്ല. ജനിക്കാനുള്ളവൻ ജനിച്ചിരിക്കും, പ്രവർത്തിക്കാനുള്ളവൻ പ്രവർത്തിച്ചിരിക്കും, വളരാനുള്ളവൻ വളരേണ്ട പട്ടണത്തിൽ വളർന്നിരിക്കും, ക്രൂശിൽ മരിക്കാനുള്ളവൻ ക്രൂശിൽ മരിച്ചിരിക്കും, മന്ത്രിയുടെ കല്ലറയിൽ അടക്കപ്പെടാനുള്ളവൻ മന്ത്രിയുടെ കല്ലറയിൽ തന്നെ അടക്കപ്പെട്ടിരിക്കും, ഉയർക്കാനുള്ളവൻ ഉയർത്തിരിക്കും, സ്വർഗാരോഹണം ചെയ്യാനുള്ളവൻ സ്വർഗാരോഹണം ചെയ്തിരിക്കും, മടങ്ങി വരാനുള്ളവൻ വന്നിരിക്കും. ഇതിന്റെ ഇടയ്ക്ക് കയറാൻ ഒരുത്തനും പറ്റുകയില്ലെന്നേ. ഇത് ദൈവത്തിന്റെ സംവിധാനമാണ്.